ഉയർന്ന ബി പിക്കും കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. അവരുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മരുന്നുകൾ നിർത്താൻ പറ്റുമോ എന്ന്. അതിന്റെ ആൻസർ മരുന്നുകൾ അങ്ങനെ നിർത്താൻ പറ്റുകയില്ല എന്ന് തന്നെയാണ്. കാരണം ഉയർന്ന ബി പിയും കൊളസ്ട്രോളും നമ്മൾ ഡയബറ്റീസ് പോലെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് അല്ല, ക്യൂറബിൾ ഡിസീസ് അല്ല. ഇവയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ബി പി നമ്മൾ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെ കൊളസ്ട്രോൾ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പം മരുന്നുകൾ നിർത്തുമ്പോൾ അതിൻ്റെ പ്രയോജനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബി പി ചിലപ്പോൾ ഉയരും, അതുപോലെ തന്നെ കൊളസ്ട്രോളും ഉയരും. ഈ ഉയർന്ന ബി പി ഉള്ളവർ മരുന്ന് നിർത്തുമ്പോൾ ഒരു പ്രത്യേക പ്രശ്നം കൂടിയുണ്ട്. അവരുടെ ബി പി പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ബി പി മരുന്നും കൊളസ്ട്രോളിനുള്ള മരുന്നും ഡോക്ടറുടെ അഡ്വൈസ് കൂടാതെ നിർത്തുന്നത് ശരിയല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ഉദാഹരണമായിട്ട് ഈ മരുന്നുകൾ കഴിച്ച് നല്ലപോലെ ബി പി നിയന്ത്രിച്ച് നിർത്തി, അല്ലെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്തി അവർ ജീവിതശൈലി നല്ലപോലെയൊക്കെ നോക്കുന്നുണ്ട് എങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് അത് കുറച്ച് നാൾ നിർത്തുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അങ്ങനെ നിർത്തുമ്പോൾ കൂടെ നമ്മൾ ബി പി പരിശോധിക്കണം, അതുപോലെ തന്നെ കൊളസ്ട്രോളും പരിശോധിക്കണം. അവ ഉയരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മരുന്നിനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഈ ബി പിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബി പി രണ്ട് തരത്തിലുള്ളതുണ്ട്. അതായത് സാധാരണ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഉണ്ടാകുന്ന ബി പിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നില്ല. അതിനെ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മറ്റ് ചില രോഗങ്ങളുടെ ഫലമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബി പി കൂടാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് അഡ്രിനൽ ഗ്രന്ഥിയിൽ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ ഡിസീസോ ഉണ്ടെങ്കിൽ ബി പി കൂടാം. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബി പി കൂടാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആ രോഗകാരണത്തിന് ചികിത്സിച്ച് ഭേദമാക്കിയാൽ നമുക്ക് ബി പിയും നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബി പി മെഡിസിൻ പിന്നെ കഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ കൊളസ്ട്രോളിനെ സംബന്ധിച്ച് പലരും മരുന്ന് കഴിക്കാത്തതിൻ്റെ അല്ലെ മരുന്ന് നിർത്തണോ എന്ന് ചോദിക്കുന്നത് പലപ്പോഴും അതിൻ്റെ പാർശ്വഫലങ്ങളെ പേടിച്ചാണ്. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ മെഡിസിന് ചെറിയ പാർശ്വഫലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ചിലർക്ക് മസിൽ പെയിൻ ഉണ്ടാകാം, വളരെ അപൂർവമായിട്ട് ചിലരുടെ ലിവർ എൻസൈം വളരെ കൂടാം. ഇങ്ങനെയുള്ള ചില ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നത് കൂടാതെ ഈ ബി പിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്നിന് വലിയ ഗൗരവമായ പാർശ്വഫലങ്ങളൊന്നുമില്ല. പക്ഷെ അവ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കൂട്ടരും മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടറുടെ ചെക്കപ്പും ഡോക്ടറുടെ ഉപദേശവും അതിന് വളരെയധികം പ്രയോജനം ചെയ്യും.